4x4 ഓഫ് റോഡ് ഫീച്ചേഴ്സ് വരുന്ന മഹീന്ദ്ര താർ റോക്സിന്റെ പ്രൈസസ് റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോക്സ് ലോഞ്ച് ചെയ്ത ടൈമിൽ തന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ ഐ ബട്ടണിലും പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതിൻ്റെ 4x4 ഓഫ് റോഡ് ഫീച്ചേഴ്സ് വരുന്ന വേരിയൻറ്റിൻ്റെ കുറച്ച് പ്രൈസ് ഡീറ്റെയിൽസും ആ ഒരു ഓഫ് റോഡ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. താർ റോക്സിന് പെട്രോൾ എഞ്ചിനും അതേപോലെ തന്നെ ഡീസൽ എഞ്ചിനും അവൈലബിൾ ആണ്. പക്ഷേ പെട്രോൾ എഞ്ചിനിൽ 4x2 സെറ്റപ്പ് മാത്രമേ വരുന്നുള്ളൂ. 4x4 സെറ്റപ്പ് വരുന്നത് ഡീസൽ എഞ്ചിനിൽ മാത്രം. ഡീസൽ എഞ്ചിനിൽ തന്നെ മാനുവൽ ട്രാൻസ്മിഷനിലും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഈ ഒരു 4x4 സെറ്റപ്പ് അവൈലബിൾ ആയിരിക്കും. താർ റോക്സിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന എല്ലാ ഫീച്ചേഴ്സും, അത് കംഫർട്ടിന്റെ കാര്യത്തിലായാലും സേഫ്റ്റിയുടെ കാര്യത്തിലായാലും എല്ലാ ഫീച്ചേഴ്സും 4x4ന്റെ ഈ ഒരു വേരിയൻസിൽ ഉണ്ടാവും. 3 വേരിയന്റിലായിരിക്കും 4x4 മഹീന്ദ്ര താർ റോക്സ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. പെട്രോൾ എഞ്ചിൻ വരുന്ന 4x2 വേരിയന്റ് 12.99 ലക്ഷം രൂപ മുതൽ 20.49 ലക്ഷം രൂപ വരെയാണ് പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 4x4 ഫീച്ചേഴ്സ് വരുന്ന 3 ഡീസൽ വേരിയൻസ് ആയിരിക്കും ഉണ്ടാവുക. MX5, AX5L, AX7L. 175 ഹോഴ്സ് പവർ 370 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2.2 ലിറ്റർ എംഹോക്ക് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഈ ഒരു എഞ്ചിനിൽ മാനുവൽ ട്രാൻസ്മിഷനിലും അവൈലബിൾ ആയിരിക്കും, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഈ ഒരു 4x4 താർ റോക്സ് അവൈലബിൾ ആയിരിക്കും. 4x4 ഫീച്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരുന്നത് മഹീന്ദ്ര തന്നെ ഓൺ 4x4 ഓഫ് റോഡ് സിസ്റ്റമാണ്. ഇതിൽ ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്കിംഗ് സിസ്റ്റം, അതേപോലെ തന്നെ 3 ടെറൈൻ മോഡ്സും സാൻഡ്, സ്നോ, മഡ് എന്നീ 3 ടെറൈൻ ഓപ്ഷനുകളായിരിക്കും 4x4 താർ റോക്സിൽ ലഭിക്കുന്നത്. ഇതുകൂടാതെ സ്മാർട്ട് ക്രോൾ എന്ന് പറയുന്ന ഒരു ഓഫ് റോഡ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു ഓഫ് റോഡ് ക്രൂയിസ് കൺട്രോൾ സിസ്റ്റമാണത്. 2.5 കിലോമീറ്റർ മുതൽ 30 km/h സ്പീഡിൽ വരെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രൂയിസ് കൺട്രോൾ സിസ്റ്റമാണ്. അതിൽ പ്രധാനമായിട്ടും അത് യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ടഫായിട്ടുള്ള ഒരു ഒബ്സ്റ്റാക്കിൾ വരുമ്പോൾ നമുക്ക് മാനുവലി അത് കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ സഹായത്തോടെ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്തുകൊണ്ട് ആ ഒരു ഒബ്സ്റ്റാക്കിൾ കവർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു സ്മാർട്ട് ക്രോൾ എന്ന് പറയുന്നത്. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇന്റലി ടേൺ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. വളരെ ടൈറ്റ് ആയിട്ടുള്ള ടേൺസ് വരുന്ന ടൈമിൽ ഏത് ഡയറക്ഷനിലോട്ടാണ് നമ്മൾ ടേൺ എടുക്കുന്നത് ആ ഡയറക്ഷനിലെ റിയർ ഇന്നർ വീല് ലോക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു ഇന്റലി ടേൺ എന്ന് പറയുന്നത്. വളരെ ടൈറ്റ് ആയിട്ടുള്ള ടേൺസ് എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ടേണിംഗ് റേഡിയസ് കുറയ്ക്കുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യും. 15 km/h സ്പീഡിൻ്റെ അണ്ടറിൽ വരും, അല്ലെങ്കിൽ അതിന് താഴെ പോകുമ്പോൾ മാത്രമായിരിക്കും ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈസ് ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫസ്റ്റ് വേരിയന്റ് എന്ന് പറയുന്നത് MX5 എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഡീസൽ മാനുവൽ ട്രാൻസ്മിഷനിലാണ് ഈ ഒരു വേരിയന്റ് അവൈലബിൾ ആയിട്ട് വരുന്നത്. 18.79 ലക്ഷം രൂപയാണ് എക്സ് ഷോറൂമിൽ. അടുത്ത വേരിയന്റ് എന്ന് പറയുന്നത് AX5L എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഇതിന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 20.99 ലക്ഷം രൂപയാണ് എക്സ് ഷോറൂമിൽ. ടോപ്പ് വേരിയന്റ് എന്ന് പറയുന്നത് AX7L എന്ന് പറയുന്ന വേരിയന്റ് ആണ്. 19 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ഒക്കെ വരുന്ന ഒരു വേരിയന്റ് ആണ്. ഈ ഒരു വേരിയന്റിന് മാനുവൽ ട്രാൻസ്മിഷനിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും അവൈലബിൾ ആയിരിക്കും. മാനുവൽ ട്രാൻസ്മിഷന് 20.99 ലക്ഷം രൂപയും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന് 22.49 ലക്ഷം രൂപയുമാണ് എക്സ് ഷോറൂമിൽ. അതായത് 25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വളരെ കംഫർട്ടും സേഫ്റ്റിയും ഓഫർ ചെയ്യുന്ന ഒരു ഓഫ് റോഡ് വാഹനം നമുക്ക് റോഡിൽ ഇറക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പ്രൈസ് ഡീറ്റെയിൽസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ 25 ലക്ഷം രൂപ എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഈ ഒരു വളരെ പ്രൈസ് വർത്തായിട്ടുള്ളൊരു പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കണ്ട. സ്റ്റേ ട്യൂൺഡ് വിത്ത് us for more videos.